إن الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد اتقوا الله عباد الله ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കുകയും ഈമാനുള്ളവരായി മുവഹിദുകളായി മരണം വരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു നമ്മെ ഏവരെയും അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിലെ വർഷങ്ങള്, മാസങ്ങള്, ദിവസങ്ങൾ, സമയങ്ങൾ, ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾക്ക് പുണ്യവും പ്രാധാന്യവും നൽകി പരിഗണിക്കുന്നത് നമുക്കറിയാവുന്നതാണ്. അല്ലാഹുവിന്റെ അടുക്കൽ മാസത്തിന്റെ പരിഗണന 12 എന്നും ആ 12 മാസങ്ങളിൽ ചില മാസത്തിന് 4 ഹുറും, 4 മാസത്തിന് പവിത്രതയുണ്ട് എന്നും വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. റജബ്, മുഹറം, ദുൽഖഅദ, ദുൽഹിജ്ജ എന്നീ 4 മാസങ്ങളാണ് വിശുദ്ധ ഖുർആൻ പേരെടുത്തു പറഞ്ഞിട്ടുള്ള പവിത്ര മാസങ്ങൾ. ഹജ്ജും അനുബന്ധമായ പ്രവർത്തനങ്ങളും വിഷമമില്ലാതെ നിർവഹിക്കുന്നതിനും ഒരുങ്ങുന്നതിനും വേണ്ടി അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളതാണ് ഹജ്ജിനോടനുബന്ധമായ ഈ സന്ദർഭങ്ങൾ എന്നാണ് പൊതുവിൽ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു അഅലം. പരിശുദ്ധ റമളാൻ പവിത്രമായ പുണ്യമായ മാസമാണ് എന്ന് പ്രത്യേകമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു പരിധിവരെ 4, 1, 5 മാസങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പവിത്രതയെ സംബന്ധിച്ച് കാണാൻ കഴിയുന്നത്. എന്നാൽ ചില മാസങ്ങളെ, ചില സന്ദർഭങ്ങളെ അത് കൂടുതൽ പ്രതിഫലാർഹമാണ് എന്ന് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ തിരുചര്യയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിഫലാർഹവും പരിശുദ്ധവുമാണ്, പ്രാധാന്യമുള്ളതാണ് എന്നതിന്റെ അർത്ഥം അതേറെ പുണ്യകരമായ ഒരു സന്ദർഭമാണ് എന്നതല്ല. ആ സന്ദർഭത്തിൽ നിർവഹിക്കുന്ന കാര്യങ്ങൾക്ക് പുണ്യം ലഭിക്കുന്നുണ്ട് എന്നതാണ്
മതദൃഷ്ട്യ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പരിശുദ്ധ റമളാനിന് മുമ്പുള്ള ശഅബാൻ മാസത്തെ പരിഗണിച്ചിരുന്നു എന്നതാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഒരുപക്ഷെ പരിശുദ്ധ റമളാനിലാണ് പുണ്യങ്ങൾ ധാരാളമായി കൊയ്തെടുക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനാവശ്യമായ മുന്നൊരുക്കം നൽകുകയും വിത്ത് പാവുകയും ചെയ്യുക എന്ന നിലയ്ക്ക് ശഅബാൻ മാസത്തെ പരിഗണിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹാബി വര്യന്മാരും പ്രവാചകന്റെ പ്രിയ പത്നികളും ഇത്തരത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കർമ്മങ്ങളെ സംബന്ധിച്ച് ശഅബാൻ മാസത്തിലേത് പ്രത്യേകമായി രേഖപ്പെടുത്തിയത് കാണാൻ കഴിയുന്നതാണ്. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുകയുണ്ടായി, പരിശുദ്ധ റമളാൻ അതിന്റെ തൊട്ടു മുമ്പുള്ള ശഅബാൻ മാസം അത് വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ, അല്ലാഹുവിങ്കലേക്ക് റബ്ബുൽ ആലമീനിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് എന്ന്. അതിന്റെ വിശദീകരണം വളരെ കൃത്യമായി പണ്ഡിതന്മാർ നിർവഹിച്ചിട്ടുണ്ട്, മുഹദ്ദിസീങ്ങൾ അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. രാവ് വരുന്നതിന് മുമ്പ് പകലിൽ രാവിന്റെ പ്രവർത്തനങ്ങളെയും പകൽ വരുന്നതിന് മുമ്പ് രാവിലും രാത്രിയിലും ഓരോരുത്തരുടെയും കർമ്മങ്ങളെ ഏറ്റവും ശ്രേഷ്ഠകരമായി അല്ലാഹു ഉയർത്തുകയും പരിഗണിക്കുകയും ചെയ്യുക എന്നതാണ് അതിന്റെ താൽപര്യം എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ നിർവഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ, കർമ്മത്തിന് അല്ലാഹു നേരത്തെ തന്നെ നിശ്ചയിച്ചു നൽകുന്നു എന്നതാണ് അതുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള പരാമർശം. രണ്ടാമതായി ശഅബാന്റെ പ്രത്യേകതയായി കാണാൻ കഴിയുന്നത് ഒട്ടേറെ ഉള്ളതും ഇല്ലാത്തതുമായ സംഭവങ്ങൾ ശഅബാനിലേക്ക് ചേർത്ത് വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ കാന ഫീ ശഹ്രി ശഅബാൻ, ആരെങ്കിലും ശഅബാൻ മാസത്തിൽ ഹാജറുണ്ട് എങ്കിൽ ആ ശഅബാൻ മാസത്തെ അവർ പരിഗണിക്കേണ്ടത് ഷഹ്റുൽ ഖുറ, പാരായണം ചെയ്യുന്ന മാസം എന്ന നിലയ്ക്കാണ്. പരിശുദ്ധ റമളാനിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്, നമുക്കറിയാം. ആ ഖുർആനിനെ കൂടുതലായി പാരായണം ചെയ്യുക എന്നതാണ് ശഅബാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചര്യ. മറ്റു സന്ദർഭങ്ങളിൽ പ്രവാചകൻ പാരായണം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ താൽപര്യപൂർവവും ഉദ്ദേശപൂർവവും അല്ലാഹുവിന്റെ പ്രവാചകൻ ശഅബാൻ മാസത്തിൽ ഖുർആൻ പാരായണം ചെയ്തിരുന്നു എന്നു കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവർത്തനത്തെ വിശദീകരിച്ചുകൊണ്ട് ഹദീസുകളിൽ വന്നിട്ടുള്ള ഭാഗം, ഇദാ ദഖല ശഅബാൻ, ശഅബാൻ മാസം വന്നു കഴിഞ്ഞാൽ അഗ്ലഖ ഹനൂതഹു വതഫറഅ ലിഖിറാഅത്തിൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ കൂടുതലായി പാരായണം ചെയ്തിരുന്നു എന്ന ഭാഗത്തെ വിശദീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. സഹാബിവര്യരായ ആളുകൾ അവരുടെ ദൈനംദിനമായ ചില പ്രവർത്തനങ്ങൾ നേരത്തെ അവസാനിപ്പിക്കുകയും വതഫറഗ ലിഖിറാഅത്തിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പാരായണത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം സമയം അല്ലെങ്കിൽ അതിൽ മുഴുകിയിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയ ഒരു കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ഷഹ്റു ശഅബാൻ ഷഹ്റുൻ സഖി അസ്സറ, പരിശുദ്ധ ഖുർആനിന്റെ പാരായണം എന്ന് പറയുന്ന പുണ്യകർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തി തേവി നനച്ച് വളർത്തിയെടുക്കാനുള്ള പരിസരമൊരുക്കുക എന്നതാണ് അതുകൊണ്ട് താൽപര്യപ്പെടുന്നത് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശഅബാൻ മാസവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മൂന്നാമത്തെ പരാമർശം പ്രവാചകന്റെ ഹദീസിൽ കാണുന്നത്
عن أسامة بن زيد رضي الله عنه قال وهو شهر ترفع فيه الأعمال إلى رب العالمين. നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹുവിങ്കലേക്ക് കർമ്മങ്ങളെ ഉയർത്തുന്ന ഒരു സന്ദർഭമാണ് എന്ന്. ആ സന്ദർഭമായി, ആ മാസമായി പരിഗണിക്കുന്നത് കൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പ്രവാചകൻ കൂടുതലായി ആ സമയത്ത് പ്രവർത്തന നിരതമായിരുന്നു എന്ന്. അത് 3 രൂപത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. യുർഫഉ ഇലൈഹി അമലുൽ ലൈലി ഖബ്ല അമലിൻ നഹാർ വഅമലുൻ നഹാരി ഖബ്ല അമലിൽ ലൈലി. നേരത്തെ പറഞ്ഞു, രാവിന് മുമ്പ് പകലിലും പകലിന് മുമ്പ് രാത്രിയിലും രേഖപ്പെടുത്തുകയും അല്ലാഹുവിന്റെ പ്രവാചകൻ ആ സന്ദർഭം പരിഗണിച്ചുകൊണ്ട് കൂടുതലായി രാത്രികാലങ്ങളിൽ കർമ്മനിരതമായിരുന്നു. പകലിൽ നേരത്തെയുള്ളതിനേക്കാൾ കൂടുതൽ അമല് സ്വാലിഹാത്തുകൾ നിർവഹിച്ചിരുന്നു എന്ന് കാണാൻ കഴിയും. അതേപോലെ തന്നെ അമലുകൾ ഉയർത്തുക എന്ന് പറയുന്ന പരാമർശത്തെ വിശദീകരിച്ചുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുന്നത് തുഅറദുൽ അഅ്മാല അലല്ലാഹി യൗമൽ ഇത്നൈനി വൽ ഖമീസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രസ്തുത പരാമർശത്തിൽ കാണാൻ സാധിക്കുന്നത് അല്ലാഹുവിങ്കലേക്ക് കർമ്മങ്ങളെ ഉയർത്തുന്നത് യൗമുൽ ഇത്നൈനി വൽ ഖമീസ്, യൗമുൽ ഇത്നൈൻ തിങ്കളാഴ്ച ദിവസവും വൽ ഖമീസ് വ്യാഴാഴ്ച ദിവസവും ആണ് എന്ന്. തിങ്കളാഴ്ചയെ വ്യാഴാഴ്ചയെ അത് സംഭവിക്കുന്നു എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ശഅബാൻ മാസത്തിൽ ആ ദിവസത്തിന് പ്രാധാന്യം നൽകി ആ ദിവസത്തിൽ അല്ലാഹുവിങ്കലേക്ക് കർമ്മങ്ങൾ ഉയർത്തുന്നു എന്നത് ഈ രംഗത്ത് പരാമർശിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. 4ാമതായി ശഅബാൻ മാസത്തെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായി വന്നിട്ടുള്ള ഒരു ഭാഗം ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നത് ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ലം യകുൻ അൻ-നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു ശഹ്റൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്തറ മിൻ ശഅബാൻ, ശഅബാനിനേക്കാൾ കൂടുതൽ മറ്റേതെങ്കിലും ഒരു മാസം ധാരാളമായി നോമ്പനുഷ്ഠിച്ചത് കാണാൻ കഴിഞ്ഞിട്ടില്ല. ശഅബാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കാറുണ്ടായിരുന്നു. ഫഇന്നഹു കാന യസൂമു ശഅബാന കുല്ല. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാൻ മാസം മുഴുവനായി നോമ്പനുഷ്ഠിച്ചിരുന്നു എന്നതാണ്. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള യസൂമു ശഹ്റൻ അക്തറ മിൻ ശഅബാൻ, മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ ശഅബാൻ മാസത്തിലാണ് പ്രവാചകൻ സുന്നത്ത് നോമ്പ് നോറ്റിട്ടുള്ളത് എന്ന ഹദീസാണ് ഏറ്റവും സ്വഹീഹായി വന്നിട്ടുള്ളത്. മറ്റു ഹദീസ് അതിനെ തുടർന്ന് വരുന്ന ഭാഗം യസൂമു ശഅബാന കുല്ല, ശഅബാൻ മാസത്തിൽ എല്ലാ ദിവസവും പ്രവാചകൻ നോമ്പനുഷ്ഠിച്ചിരുന്നു എന്ന് പറയുന്നത് അത് സത്യസന്ധമായ ഒരു റിപ്പോർട്ടല്ല. റിപ്പോർട്ടിൽ ഷാദ് എന്നാണ് അതിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അഥവാ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാൽ, കൂടുതൽ റിപ്പോർട്ടുകൾ വരികയും ഒരു റിപ്പോർട്ട് മാത്രം വ്യത്യസ്തമാവുകയും ചെയ്താൽ ആ ഹദീസ് ഒരുപക്ഷെ സ്വഹീഹാണെങ്കിലും അതിന്റെ വിധി മുസ്ലിം ലോകം പരിഗണിക്കുകയില്ല. ഉദാഹരണമായി, അല്ലാഹുവിന്റെ സ്ത്രീകളെ പള്ളിയുമായി ബന്ധപ്പെടുത്തി പറയുന്നിടത്ത് ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ, അടിയാത്തികളെ, സ്ത്രീകളെ നിങ്ങൾ പള്ളിയെ തൊട്ട് തടയാൻ പാടില്ല എന്ന് വന്ന ഹദീസുണ്ട്. ആകെ ഈ വിഷയത്തിൽ 12 ഹദീസുകളാണ് കാണുന്നത്. അതിൽ 11 ഹദീസുകളിലും വന്നിട്ടുള്ളത് സ്ത്രീകളെ പള്ളിയെ തൊട്ട് തടയരുത് എന്നതാണ്. അവർ പള്ളിയിൽ വന്ന് പേരിടാൻ വന്ന് തിരിച്ചു പോവുക എന്നതല്ല, ആരാധനാ കർമ്മത്തിനു വേണ്ടി ജമാഅത്തിന് വേണ്ടി പങ്കെടുക്കുക എന്ന നിലയ്ക്കാണ്. ഒരു ഹദീസിൽ ഖൈറുൽ ലഹുന്ന ബുയൂതഹുന്ന, അവർക്ക് വീടാണ് ഉത്തമം എന്ന് വന്നിട്ടുണ്ട്. എന്നാൽ 11 ഒരേപോലെ വരികയും ഒന്നിൽ മാത്രം വ്യത്യസ്തമാവുകയും ചെയ്താൽ ആ വ്യത്യസ്തമായ ഭാഗത്തിനാണ് ഷാദ് എന്ന് രേഖപ്പെടുത്തുന്നത്. ഹദീസിന്റെ ബലാബലം പരിശോധിക്കുന്നിടത്ത് ഒരുപക്ഷെ അത് സ്വഹീഹായിരിക്കാം. എന്നാൽ കർമ്മം എന്ന നിലക്ക് അമലുകൾ ചെയ്യുന്നിടത്ത് മുസ്ലിം ലോകം അത്തരം ഹദീസുകളെ പരിഗണിക്കാറില്ല. ഒരാളെ ഒരു കാര്യം പ്രേരിപ്പിക്കുന്നതിനു വേണ്ടി, നന്മയ്ക്ക് പ്രേരിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് ആ ഹദീസുകൾ ഉപയോഗിക്കാം എന്ന് പണ്ഡിതവചനങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലാഹു അഅലം. ഏതായിരുന്നാലും ശരി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ ശഅബാനിൽ
നോമ്പനുഷ്ഠിച്ചിരുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാന യസൂമു ശഅബാൻ ഇല്ലാ ഖലീല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാൻ മാസത്തിലെ അല്പം ചില സന്ദർഭം അല്ലെങ്കിൽ ദിവസങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയൊക്കെ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്നതാണ്. കുല്ലുൻ യസൂമു ശഅബാന കുല്ല, ശഅബാനിൽ പൂർണ്ണമായും നോമ്പനുഷ്ഠിച്ചു എന്ന് പറയുന്നതിന്റെ താൽപര്യം എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹിമഹുല്ലാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശറഹുൽ മുഹദ്ദബിൽ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ദീർഘമായ ഒരു ഭാഗം കാണാൻ കഴിയുന്നതാണ്. ആറാമതായി ശഅബാൻ മാസത്തിന്റെ പ്രത്യേകതകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്, ശഅബാൻ പകുതിയിലെ രാത്രിയിൽ അല്ലാഹു പാപമോചനം നൽകാറുണ്ട് മറ്റു സന്ദർഭങ്ങളെക്കാൾ കൂടുതൽ എന്നാണ്. ഇന്നല്ലാഹ ലയത്തരിഉ ഫീ ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. അബൂ മൂസൽ അശ്അരിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഈ ഭാഗം സ്വഹീഹായി പരിഗണിക്കുന്നുണ്ട്. ഇന്നല്ലാഹ ലയത്തലിഉ ഫീ ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിലെ പകുതിയുടെ രാവിൽ അഥവാ 15-ാം രാവിൽ എന്നാണ് അതിന്റെ വിശദീകരണത്തിൽ കാണുന്നത്. 15-ാം രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റു ചെയ്തിട്ടുള്ള ആളുകളുടെ പാപമോചനത്തിന് കൂടുതൽ താൽപര്യം കാണിച്ച് പാപമോചനം നൽകും. ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട എല്ലാ സൃഷ്ടികൾക്കും അല്ലാഹു പാപമോചനം അർത്ഥിക്കുന്നുവെങ്കിൽ ആ പാപമോചനം നൽകുന്നതാണ്. ഇല്ലാ ലി മുശ്രിക്കിൻ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുടെ പ്രാർത്ഥനയെ പൊതുവിൽ അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ടുതന്നെ ശിർക്ക് ചെയ്യാത്തൊരു മനുഷ്യനാണ് അവന്റെ പാപമോചനത്തിന് അർഹത നേടുന്നത്. മുശ്രിക്കിന് അല്ലാഹു ഈ സന്ദർഭത്തിൽ പുറത്തു കൊടുക്കുന്നില്ല. ഔ മുശാഹിനിൻ, മറ്റൊരു ഹദീസിൽ കാണുന്നത് ഔ മുശാഹിനിൻ, മുശ്രിക്കിനുമില്ല മുശാഹിനും ഇല്ല എന്നതാണ്. മുശാഹിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുവ അൽ മുആദി, ശത്രുതയോടുകൂടി ജീവിക്കുന്ന ആളുകൾ എന്നതാണ് മുശാഹിൻ എന്നതിലെ ഒരു വിശദീകരണത്തിൽ കാണാൻ കഴിയുന്നത്. മറ്റൊരു ഭാഗം സാഹിബുൽ ബിദ്അ, അല്ലാഹുവിന്റെ സുന്നത്തിന് വിരുദ്ധമായി ബിദ്അത്തുകൾ നിർവഹിക്കുന്ന ആളുകൾ, അവരെയും മുശാഹിൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മതത്തിൽ നിന്ന് തെറ്റിപ്പോവുകയും പ്രവാചകന്റെ തിരുചര്യക്കെതിരായ ഭാഗങ്ങൾ നിർവഹിക്കുകയും ചെയ്യുക, ശത്രുതാ മനോഭാവത്തോടുകൂടി ജീവിക്കുക, ശത്രുക്കളെപ്പോലെ ആളുകളോട് പെരുമാറുക തുടങ്ങിയ ശത്രുത മനസ്സിലുള്ളവരും ബിദ്അത്ത് ജീവിതത്തിൽ കൊണ്ടുനടക്കുന്നവരുമായ ആളുകളെ മുശാഹിൻ എന്ന് സാങ്കേതികമായി രേഖപ്പെടുത്തിയത് കാണാം. ആ മുശാഹിനും മുശ്രിക്കിനും ഈ പാപമോചനം, ശഅബാനിലുള്ള പ്രത്യേകമായ പാപമോചനം ലഭ്യമാവുകയില്ല എന്നതാണ് കാണാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് കാണാൻ കഴിയുന്ന ഭാഗം, പരിശുദ്ധ റമദാനിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ആ റമദാൻ പാപമോചനത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സന്ദർഭമാണ്. അതിനു മുമ്പ് തന്നെ മനസ്സുകൾ കഴുകി തയ്യാറാക്കുകയും പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ പറ്റാവുന്ന തരത്തിൽ ഓരോ സന്ദർഭങ്ങളിലും സത്യവിശ്വാസികളായ ആളുകൾ ആ കാര്യത്തിൽ ശ്രദ്ധയോടെ മുന്നോട്ടു പോവുകയും ചെയ്യുന്നു എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഹദീസിൽ പരാമർശിക്കുന്ന ഭാഗം ശഅബാനിലെ 15 അഥവാ പകുതി ഭാഗത്തെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാപമോചനത്തിന് അല്ലാഹു കൂടുതൽ ഔത്സുക്യതയുള്ള, കൂടുതൽ താൽപര്യമുള്ള, കൂടുതൽ പാപമോചനം നൽകുന്ന ഒരു സന്ദർഭത്തെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഈ ഹദീസിനെ അവലംബിച്ചുകൊണ്ടാണ് ശഅബാൻ പാതിയിൽ അഥവാ 15 കഴിഞ്ഞാൽ പിന്നീട് മുസ്ലിം സമൂഹത്തിൽ ചില അനാചാരങ്ങൾ ഉടലെടുക്കുന്നത്. അതിൽപ്പെട്ട ഒരു അനാചാരമാണ് ബറാഅത്ത് നോമ്പ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ശഅബാനിന്റെ അവസാന ഭാഗത്തുള്ള പ്രത്യേകമായ ചില നമസ്കാരങ്ങളെ സംബന്ധിച്ച് ശഅബാനിന്റെ 15 പ്രത്യേകമായി ആളുകൾ ഒരുമിച്ച് ചേരുകയും അവർ സംഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഈ ഭാഗങ്ങൾ ചില ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതും മുസ്ലിം സമൂഹം സ്വീകരിക്കുന്നതും കാണാൻ കഴിയും. എന്നാൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു അന്ധവിശ്വാസത്തെ, ഒരു ബിദ്അത്തിനെ
പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വചനമേ അല്ല ഇത് എന്നതാണ് ഗ്രഹിക്കേണ്ടത്. നേരെ മറിച്ച് ഒരു മനുഷ്യൻ ആ ശഅബാനിന്റെ 15 അള്ളാഹു പാപമോചനത്തിന് കൂടുതൽ സൗകര്യം നൽകിയിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ അള്ളാഹുവിലേക്ക് കൈകളുയർത്തി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥന കൂടുതൽ സ്വീകാര്യതയുള്ള ഒരു പ്രാർത്ഥനയാണ് എന്നതിനപ്പുറത്ത് അന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിശുദ്ധ ഖുർആനിന്റെ പാരായണമോ ഏതെങ്കിലും പ്രത്യേകമായ നോമ്പുകളോ ഏതെങ്കിലും തരത്തിലുള്ള മത ആചാര ചടങ്ങുകളോ ഈ ഹദീസിനോടനുബന്ധമായി രേഖപ്പെടുത്തപ്പെടുകയോ ഈ ഹദീസ് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളിൽ നിന്ന് സഹാബി വര്യരായ ആളുകളിൽ നിന്നും താബികളിൽ നിന്നും ഒന്നും തന്നെ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ ഹദീസ് ഇബ്നു മാജ റഹ്മഹുല്ലാ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ഹദീസിന്റെ ഇത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് കാണുന്ന സന്ദർഭത്തിൽ ആ വ്യാഖ്യാനത്തെ എതിർക്കുകയും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കെട്ടിച്ചമച്ച കാര്യങ്ങളൊക്കെയും മൗളൂആയി പിന്നീട് ഉണ്ടാക്കിയിട്ടുള്ള കാര്യമായി പരിഗണിച്ച് തള്ളേണ്ടതാണ് എന്ന് ഇബ്നു മാജ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് നമുക്ക് പ്രത്യേകമായി പരിഗണിക്കേണ്ടതാണ്. ശഅബാനിന്റെ 15 രാവിലെ സ്വലാത്തുൽ അൽഫിയ എന്ന പേരിൽ 1000 റക്അത്തോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമസ്കാരങ്ങൾ കാണാൻ കഴിയും. ബറാത്ത് നമസ്കാരമായി, സ്വലാത്തുൽ അൽഫിയയായി, അതേപോലെ തന്നെ പ്രത്യേക പ്രാർത്ഥനാ സദസ്സുകളായി ഒരു വേള പരിശുദ്ധ റമളാനിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ശഅബാനിനെ പരിഗണിക്കുന്നത് തരത്തിലുള്ള ഒരു രീതി ഈ രംഗത്ത് കാണാൻ കഴിയുന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിന്നോ സഹാബികളിൽ നിന്നോ ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ സ്വഹീഹായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മതത്തിൽ പിൻകാലത്ത് വന്നു ചേർന്നിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على أشرف الأنبياء والمرسلين محمد وآله وصحبه أجمعين أما بعد اتقوا الله عباد الله. അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ബറാത്ത് നോമ്പിനെ പോലെ തന്നെ ശഅബാനിലെ സലാത്തുൽ അൽഫി എന്ന് പറയുന്ന നമസ്കാരത്തെ പോലെ 100 റക്അത്തിന്റെ നമസ്കാരവും ഈ സന്ദർഭത്തിൽ മുസ്ലിം സമൂഹത്തിൽ ചില ആളുകളെങ്കിലും നിർവഹിക്കുന്നത് കാണാൻ കഴിയും. സ്വലാത്തുർ റഗായിബ് എന്ന പേരിലാണ് പ്രസ്തുത നമസ്കാരം അറിയപ്പെടുന്നത്. അതിന്റെ റക്അത്തുകൾക്കിടയിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നമസ്കാരം തന്നെ ഇല്ലാത്തതോ അഭിപ്രായ വ്യത്യാസമുള്ളതാണ്. പിന്നീട് അതിന്റെ റക്അത്തിലോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നൊക്കെയാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയത്. തന്റെ മജ്മുഉൽ ഫതാവയിൽ ഈ വിഷയത്തെ സംബന്ധിച്ചത് ബിദ്അത്താണ് എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് കാണാൻ കഴിയും. ശഅബാൻ 15 സംബന്ധിച്ചാണ് മുസ്ലിം ലോകം ഒരു ഹദീസിനെ അവലംബിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള ഇത്തരത്തിൽ ഭാഗങ്ങൾ രേഖപ്പെടുത്തിയത്. അത് അതിന്റേതായ ഗൗരവത്തിൽ മനസ്സിലാക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ നമസ്കാരം ഈ മുസ്ലിം സമൂഹത്തിന്റെ ഒരു പൊതുവിലുള്ള രീതി എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തെയാണോ എതിർക്കുന്നത് അല്ലെങ്കിൽ ഏതൊരു കാര്യമാണോ മതവിരുദ്ധവും ബിദ്അത്തുമായി പറയുന്നത്, ആ പറയുന്നതിന്റെ ശക്തി കൂടിക്കഴിഞ്ഞാൽ പിന്നീട് അത് സജീവമായി നിർവഹിക്കുന്ന ഒരവസ്ഥ കാണാൻ കഴിയും. നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിന്റെ തിരുശരീരയിൽപ്പെട്ടതാണ്. അപ്പോ ആ പ്രാർത്ഥനയിൽ അവനവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ് നബിയ ചര്യയിൽ കാണാൻ കഴിയുന്നത്. അതിനോടനുബന്ധമായി പ്രത്യേകമായ സംഘപ്രാർത്ഥനകൾ നമസ്കാരാനന്തരം രൂപീകരിക്കുമ്പോൾ അത് ബിദ്അത്താണ് എന്ന് പറയുമ്പോൾ കൂടുതൽ സജീവമായി പ്രാർത്ഥിക്കാനുള്ള താല്പര്യം ആളുകൾക്കുണ്ടാവും. അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ ചെയ്തില്ലേ, ഇവർ ചെയ്തില്ലേ, അവരൊക്കെയും നരകത്തിലോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ പെട്ടെന്ന് കാര്യങ്ങൾ നേടുക എന്നത് സമൂഹത്തിന്റെ മാത്രമല്ല മനുഷ്യന്റെ പോലും ഒരു താല്പര്യമാണ്.
സലാത്തുർ റഗായിബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ബറാത്ത് നോമ്പിന്റെ പ്രത്യേകത, നിങ്ങൾ ആ നോമ്പും ആ നമസ്കാരവും ഒക്കെ നിർവഹിച്ചാൽ നിങ്ങളുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ആയുസ് വർദ്ധിക്കും, അപകടങ്ങൾ നീങ്ങിക്കിട്ടും, നിങ്ങൾക്ക് ആഗ്രഹ സഫലീകരണമുണ്ടാകും. ഈ ആഗ്രഹ സഫലീകരണം എന്ന് പറഞ്ഞാൽ സലാത്തുർ റഗായിബ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥമാണ്. റഗായിബ് എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളാണ്. സലാത്തുർ റഗായിബ് എന്ന് പറയുമ്പോൾ ആഗ്രഹ സഫലീകരണത്തിനുള്ള നമസ്കാരം എന്നതാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു 5 വക്ത് നമസ്കാരം വളരെ കൃത്യമായി നിർവഹിച്ചു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളിൽ സലാത്തുർ റഗായിബിന്റെ ആവശ്യമില്ല. ഇടയിലെ ഇരുത്തത്തിൽ അവന്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റ വാക്കിലാണെങ്കിലും ദീർഘമായിട്ടല്ലെങ്കിലും ശരി അവൻ പറഞ്ഞു പോകുന്നുണ്ട്. കൃത്യമായി നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് തന്നെയും അവന്റെ ആഗ്രഹങ്ങളെ സഫലീകരിക്കാൻ അള്ളാഹുവിന്റെ ഖളാ ഉണ്ട് എങ്കിൽ അത് തീർച്ചയായും ഉപയുക്തമാണ്. പിന്നീട് നമസ്കാരം കൃത്യമായി നിർവഹിക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ നമസ്കാരത്തിൽ ശ്രദ്ധയും കണിശതയും പാലിക്കാത്ത ആളുകൾ വരെ ഇത്തരത്തിലുള്ള നമസ്കാരങ്ങളിൽ പങ്കെടുക്കുന്നത് കാണാൻ കഴിയും. ബിസിനസ്സുകാരായ ആളുകൾ ബിസിനസ്സിൽ കൂടുതൽ അഭിവൃദ്ധി കിട്ടണം എന്ന് കരുതിയ ഒരു നിസ്കാരമൊന്നും ഇസ്ലാമിൽ റസൂലുള്ളാഹിയിൽ കാണാൻ പറ്റൂല. അപ്പൊ ഒരു നിസ്കാരം പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ പോയി പ്രാർത്ഥിച്ച് ഏതെങ്കിലും ചില ആളുകൾക്ക് കുറച്ചൊക്കെ സൗകര്യമോ കാര്യമൊക്കെ കിട്ടിയാൽ പിന്നെ അത് ആളുകളൊക്കെ പറഞ്ഞു വരത്തി പിന്നീട് അതിന് താല്പര്യപൂർവ്വം മുന്നോട്ട് പോകുന്നതാണ് ഒരു ഘട്ടത്തിലുള്ളത്. രണ്ടാമത്തത്, ഇത്തരത്തിലുള്ള ഭാഗങ്ങളൊക്കെയും മുസ്ലിം സമൂഹത്തിന്റെ പള്ളിയോടനുബന്ധമായിട്ടാണ്. ആരാധനകൾ പൊതുവിൽ പള്ളി കേന്ദ്രീകൃതമാണ് മിക്കതും. ഇത്തരത്തിലുള്ള പലതും പള്ളി കേന്ദ്രീകൃതമാണ്. ആ പള്ളി കേന്ദ്രീകൃതമായ സ്ഥലത്ത് നമ്മൾ വന്നു പോവുകയും നമ്മുടെ സാന്നിധ്യം ഉറപ്പിക്കുകയും ഒക്കെ ചെയ്താൽ, ഞാനും ഈ കൂട്ടത്തിലൊക്കെ കാര്യപ്പെട്ട ഒരാളാണ് എന്ന് വരുത്തുന്നതിന് കൂടി കാരണമായി തീരും. അത്തരത്തിലുള്ള ചില പ്രചോദനങ്ങളും പ്രോത്സാഹനങ്ങളുമൊക്കെ അത്തരത്തിലുള്ള കർമ്മങ്ങൾ നിർവഹിക്കുന്നവരിൽ നിന്നും കാണാൻ സാധിക്കുന്നതാണ്. ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹുവിന്റെ ദീനിൽ അള്ളാഹുവിന്റെ റസൂല് നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ, ബിദ്അത്താണോ സുന്നത്താണോ എന്ന അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ, അതൊക്കെ തൽക്കാലം മാറ്റിവെച്ച് ഫറളായ കാര്യങ്ങൾ തന്നെ മര്യാദയ്ക്ക് ഞാനും നിങ്ങളും നിർവഹിച്ചാൽ അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെട്ട് സ്വർഗപ്രവേശനം ഉറപ്പിക്കുന്നതിന് തടസ്സമില്ല. റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് ഒരു സഹോദരൻ വന്നിട്ട് ചോദിച്ചു, എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം, എന്ത് ചെയ്യണം? അള്ളാന്റെ റസൂല് പറഞ്ഞു, നീ 5 വക്ത് നിസ്കരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയാൾ പറഞ്ഞു, ഞാൻ കൂട്ടൂല കുറക്കൂല, ഇനിയൊന്നും എന്നോട് പറയാനും പാടില്ല എന്ന്. നബി പറഞ്ഞു, അതെ, നിസ്കാരം 17 റക്അത്ത് നീ നിസ്കരിച്ചാൽ മതി. പിന്നെ രണ്ടാമത് എന്ത് ചെയ്യണം? നമസ്കാരത്തിന് ശേഷം പിന്നീട് നോമ്പിനെ കുറിച്ച് പറഞ്ഞു. നോമ്പ് റമദാൻ മാസത്തിൽ കഴിയുമെങ്കിൽ നീ നിർവഹിക്കണം. അഥവാ ഉദുർ ഇസ്ലാം അനുവദിച്ചതാണ്, അതല്ലാത്തതെങ്കിൽ നീ നിർവഹിക്കണം. പറഞ്ഞു, സുന്നത്ത് നോമ്പ് നിൽക്കുന്ന ഏർപ്പാട് മറ്റൊന്നും എന്നോട് പറയരുത്, അത് മാത്രം ഞാൻ നിർവഹിക്കാം എന്ന്. ഫറളായ കാര്യങ്ങൾ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അത് അതേപോലെ ഞാൻ നിർവഹിക്കാം എന്ന് അയാൾ പറയുകയും ചെയ്തു. അയാൾ തിരിച്ച് മസ്ജിദുൻ നബവിയിൽ നിന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വർഗം ഉറപ്പുള്ളൊരു മനുഷ്യനെ കാണണമെങ്കിൽ കണ്ടോളൂ എന്ന് പറഞ്ഞു. സഹാബികൾ അദ്ദേഹത്തെ നോക്കുകയും പിന്നീട് അദ്ദേഹം ആ രംഗത്ത് അത്രമേൽ കണിശത പുലർത്തുകയും ചെയ്തിരുന്നു എന്ന് കാണാൻ കഴിയും. അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഒരു ചരിത്ര സംഭവത്തിൽ ഈ വിഷയം വളരെ കൃത്യമായി കാണാൻ കഴിയും. 44 വർഷം അല്ലെങ്കിൽ 40+ വർഷമാണ് അദ്ദേഹം പിന്നീട് ജീവിച്ചിട്ടുള്ളത് എന്നതാണ് ചരിത്രത്തിന്റെ ഒരു ഭാഗത്തുള്ളത്. തെറ്റുകളുണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. ചരിത്രപരമായ ഒരു പരാമർശം എന്ന നിലയ്ക്കും അത്ര ശ്രേഷ്ഠനായ ഒരു സഹാബിയുടെ ജീവിത ചരിത്രം ആയിട്ടല്ല, സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ ജീവിത ചരിത്രമായിട്ട് രേഖപ്പെടുത്തി എന്നതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം, പ്രവാചകൻ അത് പറഞ്ഞതിന് ശേഷം എനിക്ക് ഒരു തക്ബീർ പോലും, ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് കേൾക്കാതെ ഞാൻ മരണപ്പെട്ടു പോയിട്ടില്ല. എന്റെ ജീവിതത്തിൽ 40 വർഷം മരണപ്പെട്ടു പോയില്ല എന്നല്ല, 40 വർഷം അങ്ങനെ ഇല്ലാതിരുന്നിട്ടില്ല എന്ന ജീവിതത്തിന്റെ അവസാനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. പള്ളിയിൽ ഇമാമ് നിൽക്കുന്ന ആള് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് കേൾക്കാതെ എന്റെ ജീവിതത്തിൽ പോയിട്ടില്ല എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒട്ടും അമാന്തം കാണിക്കാതെ എല്ലാ ജമാഅത്തുകളിലും ഫറളായി അദ്ദേഹം പങ്കെടുത്തിരുന്നു എന്നതാണ് അതിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഞാൻ സൂചിപ്പിച്ചത്, സുന്നത്തു കാര്യങ്ങളിൽ ഇല്ലെങ്കിലും ശരി ബിദഅത്തായ കാര്യങ്ങളെ വർജിച്ചു പോവുകയും, സുന്നത്താണോ ബിദഅത്താണോ എന്ന് തർക്കമുള്ളത് തൽക്കാലം മാറ്റിവെക്കണമെന്ന അർത്ഥത്തിലല്ല, ഫർള് നിർവഹിച്ചാൽ തന്നെയും സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും.
എന്നിരിക്കെ ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ കൂടി നമ്മളുടെ സമയം കളയാതിരിക്കലാണ് ഏറ്റവും നല്ലത്. റമദാൻ വരുന്നു, ആ റമദാനിന്റെ മുന്നൊരുക്കം എന്ന നിലയ്ക്ക് സഹാബിവര്യരായ ആളുകൾ ശഅബാനിനെ പരിഗണിച്ചിരുന്നു. അതാണ് അതിന്റെ യുക്തിയും അതാണ് അതിന്റെ ലക്ഷ്യവുമായി നമുക്ക് കാണാൻ സാധിക്കുന്നതും പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളതും. ആ നിലയ്ക്ക് റമദാനിന്റെ അടുക്കിലേക്ക് വരുമ്പോ അതിനുവേണ്ടി എന്റെ മനസ്സിനെയും എന്റെ ജീവിതത്തെയും ഒക്കെ ഒന്ന് ഒരുക്കണമല്ലോ എന്ന മാനസികാവസ്ഥയിൽ ശഅബാനിനെ കാണുകയാണ് നാം നിർവഹിക്കേണ്ടത്. ആ നിലക്കാണ് റസൂലുള്ളാഹിയുടെ ഹദീസിൽ ആ പരാമർശങ്ങൾ വന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദീനിന്റെ അടയാളങ്ങളെ, ദീനീ നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കുകയും പകർത്തുകയും ജന്നാത്തുൽ ഫിർദൗസ് നേടാൻ കഴിയുന്ന സത്യവിശ്വാസികളിൽ നമ്മയെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സത്യമായ കാര്യങ്ങളെ ജീവിതത്തിൽ പാലിക്കാനും പകർത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. سبحانك رب العزة أما يصفون وسلام على المرسلين والحمد